തൃശ്ശൂരിലെ ചേലക്കരയിൽ ഗോതമ്പ് പൊടിയിൽ പുഴുവിനെ കണ്ടെത്തി. പാകം ചെയ്ത് കഴിച്ച 2 വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി എന്നാണ് വിവരം. ചേലക്കരയിൽ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ഗോതമ്പ് പൊടിയിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് കഴിച്ച കുട്ടികൾക്ക് പ്രശ്നമുണ്ടായി എന്നാണ് വിവരം. ഞങ്ങൾ ആട്ട വാങ്ങിയത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയത് അതിൽ ഒരെണ്ണം ഞങ്ങൾ കഴിച്ചിരുന്നു. പിന്നെ ഒന്ന് പാകം ചെയ്യാൻ നോക്കുന്ന സമയത്താണ് നമ്മളൊരു പുഴുവിനെ കണ്ടത് അതിൽ. അപ്പോൾ ഞങ്ങളത് മൊത്തത്തിൽ അരിച്ചപ്പോൾ മൊത്തത്തിലുള്ള പകുതിയോളം അരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരുപാട് പുഴുവിനെ കണ്ടു. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിവരം അറിയിച്ചതാണ്. പിന്നെ ഇന്നലെ കുട്ടികൾ ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് ചെറിയൊരു വയറുവേദന കാര്യങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നു. പിന്നെ ഒരു കുട്ടീനെ സ്കൂളിൽ പോയിട്ട് ഉച്ചയ്ക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയും വന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജീവ് വിവരങ്ങളുമായി ചേർന്നു. സൂരജ്, ശരിക്കും കുറച്ച് കുട്ടികൾക്ക് ഈ പ്രശ്നം ഉണ്ടായോ? ഇന്നലെയാണ് ഈ കുട്ടികൾക്ക് പ്രശ്നമുണ്ടാകുന്നത്. ചേലക്കര തോന്നൂർക്കരയിലെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ഗോതമ്പ് പൊടിയാണ്. ഇന്നലെ ഈ 2 കുട്ടികൾക്ക് ഈ ഗോതമ്പ് പൊടി ഉണ്ടാക്കിയ പലഹാരങ്ങൾ കഴിച്ചതിന് ശേഷം ഈ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നു. അതിൽ ഒരു കുട്ടി രാവിലെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. സ്കൂളിൽ പോയ കുട്ടികളാണ്. അതിൽ ഉച്ചയോടുകൂടി മറ്റൊരു കുട്ടിക്ക് കൂടി ഈ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ഈ കുട്ടികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ഫുഡ് പോയ്സൺ ആണ് എന്ന് ഈ ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇവർ ഏത് ഭക്ഷണത്തിൽ നിന്നാണ് വന്നത് എന്ന തരത്തിലുള്ള പരിശോധന നടത്തിയത്. അങ്ങനെയാണ് വീട്ടിലുണ്ടായിരുന്ന ഗോതമ്പ് പൊടി ഇവർ അരിച്ചു നോക്കുന്നത്. ഇന്ന് രാവിലെ അരിച്ചു നോക്കിയ സമയത്താണ് ഇതിൽ നിന്ന് ഈ പുഴുവിനെ കാണുന്നത്. അതോടുകൂടി ഇത് ഏതെങ്കിലും തരത്തിൽ വീട്ടിൽ സൂക്ഷിച്ചതിന്റെ പിഴവാണോ എന്നറിയാൻ വേണ്ടി വീണ്ടും ഇവർ റേഷൻ കടയിലെത്തി. ഈ ഗോതമ്പ് പൊടി റേഷൻ കടയിൽ നിന്ന് വാങ്ങി. അത് തോന്നൂർക്കട ഇളയടത്ത് മൊയ്തീൻ കുട്ടി എന്ന് പറയുന്ന ആളാണ് ഈ റേഷൻ കടയിലെത്തി വീണ്ടും ഇത്തരത്തിൽ ഈ ഗോതമ്പ് പൊടി വാങ്ങി വീണ്ടും അരിച്ചു നോക്കുന്നത്. ആ സമയത്താണ് ഇതിൽ നിന്ന് വീണ്ടും പുഴുവിനെ ലഭിക്കുന്നത്. അപ്പോൾ ഉറപ്പിക്കാവുന്നതാണ്, അതായത് ആദ്യഘട്ടത്തിൽ ഇവർക്കൊരു സംശയം തോന്നിയെങ്കിൽ പോലും പിന്നീട് ഈ റേഷൻ കടയിൽ നിന്ന് വീണ്ടും വാങ്ങി അരിച്ചു നോക്കിയപ്പോഴും അതിനകത്ത് പുഴുവിനെയും പ്രാണിയെയും അടക്കം ലഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അത് മൊയ്തീൻ കുട്ടി മാത്രമല്ല, സമീപത്തെ വീടുകളിൽ അന്വേഷിച്ചപ്പോഴും അവരും ഈ തോന്നൂർക്കടയിൽ നിന്ന് വാങ്ങിയ ഗോതമ്പ് പൊടിയിൽ നിന്ന് ഈ പുഴുവിനെ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ 2 കുട്ടികൾക്ക് ഇതിൽ നിന്ന് ഫുഡ് പോയ്സൺ ഏറ്റു എന്നുള്ളതാണ് നിലവിൽ കുടുംബം ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരെ സംബന്ധിച്ചും ഇത്തരത്തിൽ ഈ ഗുണമേന്മയില്ലാത്ത ഗോതമ്പ് പൊടിയാണ് ഈ റേഷൻ കടയിൽ നിന്ന് വിതരണം ചെയ്ത് എന്ന ആരോപണമാണ് അവർ ഉയർത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് അധികൃതരടക്കം വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടകം സൂര്യസജിയാണ് വിവരങ്ങൾ നൽകിയത്.